വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രിയായ എൽജോയ്ക്കും ഷെൽബിക്കും മക്കൾക്കും വാത്സല്യ മാതാവിനും ഒക്കെ പണി കഴിച്ച ഈ വീടിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ തൊട്ടുപോയതിനു ശേഷം നിലനിൽക്കുന്ന നിത്യമായ ഭവനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിൽ വളരെ വ്യക്തമായ ആ നിത്യഭവനത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടു. നമ്മളെല്ലാവരും ഈ കുടുംബത്തെ സ്നേഹിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ വരവ് വൃഥാവല്ല. ഈ സമയത്തും ആ നിത്യഭവനത്തെക്കുറിച്ച് ഓർക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയാനിൽ പാസ് തുടങ്ങിയപ്പോൾ ഭവനത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം ഞാൻ ഏതെങ്കിലും വീട് സമർപ്പണത്തിൽ ഓർമ്മപ്പെടുത്താറുണ്ട്. എനിക്കൊരു പഴയ സെന്ന് വാഹനം ഉണ്ടായിരുന്നു. ഒത്തിരി വർഷം മുമ്പ് ഞാനൊരു വീട്ടിലേക്ക് വൈകിട്ട് കുടുംബമായി താമസിക്കാനായിട്ട് ചെന്ന് ഗേറ്റ് തുറന്ന് വാഹനം അകത്തേക്ക് കയറ്റുമ്പോൾ അവർ പ്രാർത്ഥനക്കാരൊക്കെയാണ്. ഓടി വന്ന ആ കുടുംബനാഥ പറഞ്ഞു, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തപ്പെട്ടവർ, വണ്ടി ഇവിടെ ഇടണ്ട, അപ്പുറത്ത് കുറച്ച് മാറി ഒരു വീടുണ്ട്, അവിടെ ഇട്ടാൽ മതി. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ ഇടാൻ സ്ഥലമുണ്ട്, ഗേറ്റുണ്ട്. അല്ല, മറ്റൊരു വലിയ പ്രാർത്ഥനക്കാരൊന്നുമല്ല, അവർ സാധാരണ ലോകമനുഷ്യരാണ് നമ്മുടെ ഭാഷയിൽ. പക്ഷെ ഇവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, അവിടെയാണെങ്കിൽ പട്ടിയുണ്ട്. അപ്പോ സംരക്ഷണം എന്നുള്ളത് ഈ ഭൂമിയിലെ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. യഹോവ ഭവനം കാക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ സംരക്ഷകൻ സർവശക്തനായ ദൈവമാണ്. ഇന്ന് വരെ ഈ കുടുംബത്തെ ആ ദൈവം നടത്തി അനുഗ്രഹിച്ചു. ഇനി നമുക്ക് കുടുംബനാഥന്റെ വാക്കുകളിലൂടെ, പ്രിയ ഷെൽബി വിളിക്കരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും മേലാൽ നിങ്ങൾ രണ്ടല്ല ഒന്നത്ര, അങ്ങനെയാണ് അന്ന് ഞങ്ങളെല്ലാം കൈപിടിപ്പിച്ച് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് എൽജോ എഴുന്നേറ്റ് വരുമ്പോൾ ഷെൽബി കൂടെ മുന്നോട്ട് വരണം. ജോഷുവ